ഹായ് കൂട്ടുകാരെ, ഇരുമ്പകശ്ശേരി UPS സ്കൂളിലെ വാർഷികവും യാത്രയപ്പുമാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. നമ്മുടെ ഇരുമ്പകശ്ശേരി അമാന ഓഡിറ്റോറിയത്തിൽ നിന്നാണ് ഘോഷയാത്ര പുറപ്പെടുന്നത്. ഇരുമ്പകശ്ശേരി AUP സ്കൂളിലെ മിന്മയം വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും നീന്തൽക്കുളം ഉദ്ഘാടനവും സാംസ്കാരിക ഘോഷയാത്രയാണ് ഇവിടെ തയ്യാറായിരിക്കുന്നത്. ഘോഷയാത്ര അമാന ഓഡിറ്റോറിയത്തിൽ നിന്ന് പുറപ്പെടാൻ തുടങ്ങുകയാണ്. അതിമനോഹരമായിട്ടാണ് ഇവിടെ ഘോഷയാത്ര അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളൊക്കെ പല വേഷങ്ങൾ അണിഞ്ഞിട്ടാണ് തയ്യാറായി നിൽക്കുന്നത്. അതിമനോഹരമായിട്ടുണ്ട് നമ്മുടെ ഘോഷയാത്ര ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. SN വിഷൻ എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തുണ്ടെങ്കിലും കമൻറ്റായി രേഖപ്പെടുത്തണം.
അനേകം തലമുറകൾക്ക് അക്ഷരവെളിച്ചം പകർന്ന വിദ്യാഭ്യാസ മേഖലയിൽ അഭിമാനത്തോടെ മുന്നേറി നൂറ്റാണ്ടിന് നടുവിൽ നിൽക്കുന്ന ഉറുമ്പകശ്ശേരി യുപി സ്കൂളിലെ വാർഷിക ആഘോഷവും യാത്ര ഇരുമ്പകശ്ശേരി സ്കൂളിലെ പുതുതായി നിർമ്മിച്ച സ്വിമ്മിംഗ് പൂള് ഉദ്ഘാടന ചടങ്ങാണ് നടക്കുന്നത്. നമ്മുടെ മുൻ MLA VT ബൽറാം സാറാണ് നിർവഹിക്കുന്നത്. ഇരുമ്പകശ്ശേരി സ്കൂളിൽ നിന്ന് പഠിച്ചു പോകുന്ന ഒരു കുട്ടി പോലും നീന്തലറിയാതെ പോകരുതെന്നുള്ള ആശയത്തോടു കൂടി സ്കൂളിൻ്റെ മാനേജർ മണിക്ക നിർമ്മിച്ച സ്വിമ്മിംഗ് പൂളാണിത്.
സ്കൂൾ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ മുൻ എം.എൽ.എ. ബഹുമാനപ്പെട്ട വി ടി ബൽറാം അവർ, നാട്ടുകാരെ, സഹോദരി സഹോദരങ്ങളെ, രക്ഷിതാക്കൾ, അധ്യാപകർ, മറ്റെല്ലാ സുഹൃത്തുക്കളും ഇവിടെയുണ്ട്. ഈ നാട് മുഴുവൻ ഇവിടെയുണ്ട്. കാരണം അത്രത്തോളം പ്രിയപ്പെട്ട ഒരു പരിപാടിയായി ഈ സ്കൂൾ വാർഷികാഘോഷം അതോടനുബന്ധിച്ചുള്ള യാത്രയയപ്പ് നമുക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. മിന്മയം എന്ന പേരിൽ നിങ്ങളിങ്ങനെ വളരെ വിപുലമായ സന്നാഹത്തോടു കൂടി ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ അത് കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെ കാലം എല്ലാ അർത്ഥത്തിലും ഈ വിദ്യാലയത്തിൻ്റെ ഭാഗമായിരുന്ന നമ്മുടെയൊക്കെ എത്രയോ തലമുറകളെ അറിവിൻ്റെ മേഖലയിലേക്ക് കൈപിടിച്ച് നടത്തിയ, അക്ഷരാമൃതം എത്രയോ കുരുന്നുകൾക്ക് പകർന്നു നൽകിയ പ്രിയങ്കരിയായ മിനി ടീച്ചറുടെ അവർക്ക് നൽകുന്ന ഒരു ആദരവായി ഈ പരിപാടി മാറുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഞാൻ വളരെ ദീർഘമായി സംസാരിക്കുന്നില്ല. ഔപചാരികമായ മറ്റ് സാംസ്കാരിക പരിപാടികളൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഞാൻ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ആവേശത്തോടു കൂടി ഒരു നാട് ഏറ്റെടുത്ത ഒരു വിദ്യാലയവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല. അത്രത്തോളം രക്ഷിതാക്കളും നമ്മുടെ കുട്ടികളൊക്കെ പലതരത്തിലുള്ള വർണ്ണാഭമായ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് എത്ര ആഹ്ലാദത്തോടു കൂടിയാണ് ആ ഘോഷയാത്രയുടെ ഭാഗമായത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു നല്ല പരിപാടി ഇവിടെ നടക്കുമ്പോൾ അതിലെല്ലാ വിധത്തിലുള്ള നന്മകളും ആശംസകളും നേരുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം ഇന്ന് വളരെ പ്രധാനപ്പെട്ട, ഒരുപക്ഷെ അദ്വിതീയം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു പരിപാടി നിങ്ങളുടെയൊക്കെ അനുവാദത്തോടു കൂടി ഞാൻ അല്പം മുമ്പ് ഇവിടെ തുടങ്ങി വെച്ചു. ഒരു മനോഹരമായ വലിയ സൗകര്യങ്ങളുള്ള ഒരു സ്വിമ്മിംഗ് പൂൾ പ്രിയപ്പെട്ട മണിക്ക നിങ്ങൾ ഈ നാട്ടുകാർക്ക്, ഇവിടുത്തെ കുട്ടികൾക്കായി തയ്യാറാക്കിയിരിക്കുന്നു എന്നുള്ളതിൽ ഞാൻ അദ്ദേഹത്തെ ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു എയ്ഡഡ് സ്കൂളിൽ ഇങ്ങനെ ഒരു സ്വിമ്മിംഗ് പൂൾ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയില്ല, പക്ഷേ ഉണ്ടാവാൻ സാധ്യത വളരെ വളരെ കുറവാണ്. പക്ഷേ അത് എത്ര പ്രാധാന്യമുള്ള കാര്യമാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. നമ്മുടെയൊക്കെ കുട്ടികൾ അവർ ചെറിയ പ്രായത്തിൽ തന്നെ പരിശീലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ് നീന്തൽ എന്നുള്ളത്. അത് സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കുട്ടികൾക്കെല്ലാം അതിനുള്ള കഴിവുണ്ടാവണം. അതിനു വേണ്ട ഔപചാരികമായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മുടെ സ്കൂളുകളിൽ ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ വേറെ എവിടെയെങ്കിലും തുടങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതൊരു മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള എല്ലാ സ്കൂളുകളിലും അടുത്ത 2-3 വർഷത്തിനുള്ളിൽ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ഉണ്ടായാൽ അത് വളരെ പ്രയോജനം ചെയ്യും. അങ്ങനെ ഒരു നല്ല മാതൃകയ്ക്ക് ഇവിടെ തുടക്കം കുറിച്ച പ്രിയപ്പെട്ട മാനേജർ മണിക്കയെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കിഴങ്ങിലടക്കമുള്ള മറ്റ് സഹപ്രവർത്തകരൊക്കെ ഉണ്ട്. ഞാൻ അതുകൊണ്ട് ഒട്ടും ദീർഘമായി സംസാരിക്കുന്നില്ല. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് പ്രിയപ്പെട്ട മിനി ടീച്ചർ ഇനിയും ഏറെക്കാലം ഔപചാരികമായിട്ടല്ലെങ്കിലും നമ്മളോടൊപ്പം ഈ സ്കൂളിനോടൊപ്പം ഉണ്ടാകണം എന്നുള്ള നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം ഒരു അഭ്യർത്ഥനയായി അവരുടെ മുമ്പിൽ വെക്കുന്നു. എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളോടും കൂടി സന്തോഷവതിയായി റിട്ടയർമെന്റ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രിയപ്പെട്ട മിനി ടീച്ചർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അല്പസമയത്തിനകം നമ്മുടെ LKG UKG പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന നൃത്തവിരുന്ന്
നമ്മുടെ LKG UKG കുട്ടികളുടെ ഡാൻസുകളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ മുഖ്യ അതിഥികളായ MLA UR പ്രദീപ് സാറും മറിമായം താരവും സിനിമാ താരമായ രചന നാരായണൻകുട്ടി മാഡത്തിനെയും
ആനയിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മിന്മയം താരങ്ങൾ. ഇത് അവർ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. എരുമശ്ശേരി സ്കൂളിൻ്റെ മിന്മയം 2024-25 പരിപാടി ചെയ്തുകൊണ്ട് പരിപാടി ആരംഭിക്കുന്നു. വാർഷിക സാംസ്കാരിക പരിപാടി ആരംഭിക്കുന്നു. പ്രാർത്ഥന. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൽ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പരീക്ഷണത്തിൻ വാൾമുനയേറ്റി പടനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ ഹൃദയക്ഷതിയായ രക്തം ചിന്തി മിഴിനീർ പുഴയിൽ താഴുമ്പോൾ താങ്ങായി തണലായി ദിവ്യൗഷധിയായി താതാനാദാകരം പിടിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ഒരു കാര്യമാണ്. സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ PTA-യും സംയുക്തമായിട്ട് നടത്തി വന്ന ബിരിയാണി ഫെസ്റ്റിലൂടെ നടത്തി വന്ന നീന്തൽക്കുളം പരിപാടി അത് നിന്ന് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ആ ഒരു അഭിമാന നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ടീച്ചർ, സ്കൂളിൻ്റെ ഒരുപാട് മികവിന് പ്രവർത്തിച്ച നമ്മുടെ ടീച്ചർ ഇന്ന് നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് പടിയിറങ്ങുകയാണ്. എന്തായാലും നമ്മൾ എന്നിലർപ്പിതമായ കടമയിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന ഉദ്ഘാടന പ്രസംഗനായ UR പ്രദീപ് MLA-ക്ക് ആദ്യമായി ഈ വേദിയിലേക്ക് ആർദ്രവുമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്ന നർത്തകിയും അഭിനേത്രിയുമായ രചന നാരായണൻകുട്ടി അവരെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ HM വിരമിക്കുന്ന നമ്മുടെ HM ശ്രീമതി മീ ടീച്ചറെ ഈ വേദിയിലേക്ക് ആദരവുമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷ ആയിട്ട് ഈ സൂറ അവറുകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്വിമ്മിംഗ് പൂൾ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട മുൻ MLA അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ഇവിടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ ആശംസകളെ അറിയിക്കാൻ ചെന്ന് വന്ന നമ്മുടെ 3ാം വാർഡ് മെമ്പർ ജീന രാജഗോപാൽ അവരുടെ ആദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ തൊട്ടപ്പുറത്തെ പഞ്ചായത്ത് ദേശാനം പഞ്ചായത്തിലെ ശ്രീമതി സാബിര അവരുടെ ഈ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ 4ാം വാർഡ് മെമ്പർ റഷീദാത്തയെ ഈ വേദിയിലേക്ക് അർദ്ധമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
തൊട്ടപ്പുറത്ത് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയും നമ്മുടെ 2ാം വാർഡ് മെമ്പറുമായ വിപുലേഷ് അവറുകളെ ഈ വേദിയിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. 1ാം വാർഡ് മെമ്പർ രാധിക രതീഷ് അവറുകളെ ഈ വേദിയിലേക്ക് ആദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. BPC തൃത്താല ദേവരാജൻ അവറുകളെ ഈ വേദിയിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ മാനേജർ CP മണിക്കയെ ഈ വേദിയിലേക്ക് ആദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഷാജു TP KSTD അധ്യാപക സംഘടനയുടെ നേതാവ്, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഹരിനാരായണ മാഷ് KSTA അധ്യാപക സംഘടന പ്രസിഡന്റ്, സ്കൂളിന്റെ ലീഡറായ ഖദീജ ജാസ്മിനെ ഈ വേദിയിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ റസിയ ടീച്ചറെ ഈ വേദിയിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്തു. അടുത്തതായി അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് സൂറാത്തനെ ക്ഷണിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ മിനി ടീച്ചറുടെ യാത്രയപ്പും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ചേലക്കര MLAയും നമ്മുടെ തൊട്ടടുത്ത നാട്ടുകാരനുമായ UR പ്രദീപ് അവർഗർ, ഇവിടെ മുഖ്യാതിഥിയായി എത്തിച്ചേർന്ന ശ്രീമതി രചന നാരായണൻകുട്ടി, തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിലെ മെമ്പർമാർ, അധ്യാപകർ, അതുപോലെ തന്നെ സ്കൂൾ മാനേജർ, ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട അധ്യക്ഷ, തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി സുഹറ, ഇന്നിവിടെ മുഖ്യാതിഥിയായി പങ്കെടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നർത്തകി, അതുപോലെ തന്നെ സിനിമയിലും സീരിയലിലും എല്ലാം എല്ലാ വീടുകളിലും നല്ലപോലെ അറിയപ്പെടുന്ന ശ്രീമതി രചന നാരായണൻകുട്ടി, അതുപോലെ തന്നെ വേദിയിൽ നമ്മുടെ പ്രിയപ്പെട്ട സ്കൂൾ മാനേജർ ശ്രീ CP മുഹമ്മദ്, വേദിയിലെ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് നമ്മുടെ ശ്രീ റെനി PTA പ്രസിഡന്റ്, NPTA പ്രസിഡന്റ് ഉൾപ്പെടെ PTA അംഗങ്ങൾ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുട്ടികളെ, പ്രിയമുള്ളവരെ, മറിമായം എന്ന TV പ്രോഗ്രാമിലൂടെ നമ്മുടെ മനം കവർന്നുണ്ടോ? ഇപ്പോൾ ഇന്ത്യൻ സിനിമയിൽ തന്നെ നായിക കഥാപാത്രങ്ങളും ചെയ്ത് ജനഹൃദയങ്ങളിൽ വലിയ സ്ഥാനം പിടിച്ച നമ്മുടെ സ്വന്തം രചന നാരായണൻകുട്ടി ദീർഘകാലം ഇംഗ്ലീഷ് അധ്യാപികയായിട്ടും പ്രവർത്തിച്ചിരുന്നു. ഏറെ സ്നേഹത്തോടെ ഇരുമ്പശ്ശേരി സ്കൂളിൻ്റെ ഈ വർഷത്തെ മിന്മയം 2025 മുഖ്യാതിഥിയായി എത്തി നമ്മളോട് സംസാരിക്കുവാൻ ഏറെ ആദരവ് കൂടെ ക്ഷണിക്കുന്നു. നമസ്കാരം, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. എനിക്ക് ചിരി വരികയാണ്. ലാലു, ഉദയ് ശങ്കർ ലാൽ, നിങ്ങളുടെയൊക്കെ മാഷ്, ഞാൻ ലാലു എന്നാ വിളിക്കണേ. ലാലു ഇങ്ങനെ അനൗൺസ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ഞാനാണ് ഇവരൊക്കെ പറ്റിയിട്ട് അനൗൺസ് ചെയ്യുക സ്റ്റേജിൽ. കാരണം ഞാൻ നൃത്തം വേദിയിൽ അവതരിപ്പിക്കുന്ന സമയത്ത് എന്നും എൻ്റെ കൂടെ ലാലു പഠിപ്പിക്കുന്ന സ്കൂളിനെ പറ്റിയിട്ടുള്ള എല്ലാ വിശേഷങ്ങളും അറിയാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരു പുതിയൊരു സ്ഥലത്തേക്ക് വരുന്ന ഒരു ഫീലൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ലാലുവിൻ്റെ സ്റ്റേറ്റസിലുണ്ടാവും, വാട്സപ്പ് സ്റ്റേറ്റസിലുണ്ടാവും. അത് നോക്കി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാറുണ്ട്, അറിയാറുണ്ട്. തീർച്ചയായിട്ടും അത് വലിയൊരു സന്തോഷമാണ്. സ്കൂൾ മാനേജറായിട്ടുള്ള ശ്രീ CP മുഹമ്മദ് സർ, പ്രിയ സുഹൃത്തും മുൻ MLAയുമായിട്ടുള്ള ശ്രീ VT ബൽറാം സർ, മറ്റു വിശിഷ്ട വ്യക്തികൾക്കും രക്ഷിതാക്കൾക്കും കുഞ്ഞുമക്കൾക്കും ഒരിക്കൽ കൂടി നമസ്കാരം. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കണോ? സുഖാണോ? നിറഞ്ഞ സന്തോഷാണോ? കുറച്ചുകൂടി ഉറക്കം കേൾക്കട്ടെ. അതെ, ഞാൻ ലാലു ഇങ്ങോട്ട് വിളിച്ചപ്പോൾ ചേച്ചി എൻ്റെ സ്കൂളിൽ ഇങ്ങനെ വിളിക്കണം. ഞാൻ 5ാം ക്ലാസ്സിൽ
പഠിക്കുമ്പോൾ തൊട്ടുള്ള ബന്ധമാണ്. ഞാൻ 5ൽ പഠിക്കുമ്പോൾ 4 പഠിക്കുന്നു. ആ സമയത്ത് തൃശ്ശൂർ ജനാർദ്ദനൻ മാസ്റ്റർ വിദ്യ എന്ന ധനം കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്നായി ജീവിക്കാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി, നമസ്കാരം. താങ്ക് യു. ടീച്ചറെയും റസിയ ടീച്ചറെയും ക്ഷണിക്കുന്നു. സ്റ്റാഫ് ട്രോഫി നൽകുന്നതിനായി റസി ടീച്ചറെയും റസിയ ടീച്ചറെയും ക്ഷണിക്കുന്നു. മാനേജറുടെ ട്രോഫി നൽകുന്നതിനായി രചന നാരായണൻകുട്ടി അവരെ ക്ഷണിക്കുന്നു. മാനേജറിന്റെ സർട്ടിഫിക്കറ്റ് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട മാനേജർ CP മുഹമ്മദ് അവരെ ക്ഷണിക്കുന്നു. PTA MTA ട്രോഫി നൽകുന്നതിനായി MTA പ്രസിഡന്റിനെയും PTA പ്രസിഡന്റിനെയും അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്റ്റാഫിന്റെ ട്രോഫി നൽകുന്നതിനായി റസിയ ടീച്ചറെയും റിജി ടീച്ചറെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. PTA MTA ട്രോഫി നൽകുന്നതിനായി സുധീഷേട്ടൻ, SMC ചെയർമാൻ റെനിലേട്ടൻ, സുമിതേച്ചി, PTA MTA ഭാരവാഹികളായി ക്ഷണിക്കുന്നു. മുഖ്യ അതിഥിയായി നമ്മുടെ വേദിയെ അനുഗ്രഹിച്ച നമ്മുടെ രചന നാരായണൻകുട്ടി അവർക്കുള്ള ആദരണമാണ് അടുത്തത്. ആദരിക്കുന്നതിനായി പൊന്നാട അണിയിക്കുന്നതിനായി ബഹുമാനപ്പെട്ട MLA ശ്രീ UR പ്രദീപ് അവരെ ക്ഷണിക്കുന്നു. ട്രോഫി നൽകുന്നതിനായി മാനേജർ മിനി ടീച്ചർ AU പ്രസാദ് സാർ എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു. അടുത്തതായി റിപ്പോർട്ട് വായിക്കുന്നതിനായി നമ്മുടെ ഇറമ്പകശ്ശേരി AUP സ്കൂളിലെ ഉദ്ഘാടനത്തെ എത്തിയതാണ് നമ്മുടെ രചന നാരായണൻകുട്ടി മാഡം. എല്ലാവർക്കും നമസ്കാരം. ടീച്ചർ സംസ്കൃത ദിനം ഉദ്ഘാടനം ചെയ്യുകയും സംസ്കൃത സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ നടത്തുകയും സ്കൂൾ ലീഡറായി ഖദീജ യാസ്മിനെയും 2ാം ലീഡറായി മുഹമ്മദ് റയീസിനെയും തിരഞ്ഞെടുത്തു. ലഹരി വിരുദ്ധ ദിനം, ഹിരോഷിമ നാഗസാക്കി, ക്വിറ്റ് ഇന്ത്യ എന്നിങ്ങനെയുള്ള അധ്യാപക സംഘടനാ പ്രതിനിധികളും എൻ്റെ പ്രിയ സുഹൃത്തുക്കളുമായ ഷാജു, ഹരിനാരായണൻ, വേദിയിലുള്ള PTA MTA പ്രതിനിധികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സ്നേഹം നിറഞ്ഞ കുട്ടികളെ, വളരെ സുന്ദരമായ സന്തോഷകരമായൊരു സായാഹ്നം. നൂജൻ ഭാഷയിൽ പറഞ്ഞ വല്ലാത്തൊരു വൈബ്
ഞാനങ്ങോട്ട് കയറി വരുമ്പോൾ നമ്മുടെ മുഖ്യാതിഥി പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ആൾക്കൂട്ടത്തെ കണ്ടിട്ട് ഉത്രാളിക്കാവ് പൂരവുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഞാനിന്ന് ദേവരാജ് മാഷ് ഉണ്ടായിരുന്നു. മാഷിപ്പോൾ കുട്ടികൾ ആർജിച്ച പഠന മികവുകൾ പൊതുസമൂഹത്തെ ബോധ്യം. വളരെ സന്തോഷമുണ്ട് ഇത്തരമൊരു ധന്യവേദിയിൽ എനിക്കും പങ്കെടുക്കാൻ ഒരവസരം തന്ന എൻ്റെ പ്രിയ അധ്യാപികയോടുള്ള നന്ദി ആദ്യമായി ഞാൻ രേഖപ്പെടുത്തുകയാണ്. സമ്മേളനത്തിൻ്റെയും അധ്യക്ഷ ബഹുമാനപ്പെട്ട തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ടി സുഹറ, വേദിയിലെയും സദസ്സിലെ ഏറെ ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, 2 പ്രോഗ്രാമാണ് ഇന്നിവിടെ നടക്കുന്നത്. സ്വാഗത പ്രസംഗികൻ സൂചിപ്പിച്ച പോലെ തന്നെ ഏറെ സന്തോഷമുള്ള വാർഷികാഘോഷവും അതുപോലെ ഉള്ളിൻ്റെ ഉള്ളിൽ കുറച്ച് സങ്കടാത്മകമായിട്ടുള്ള നമ്മുടെ ടീച്ചറുടെ ഒരു യാത്രയപ്പും. ഒരു ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ നമ്മുടെ നാട്ടിൽ 2-3 കുട്ടികൾ മരണപ്പെട്ടു. അന്ന് ആ കുട്ടികളുടെ കബറടക്കത്തിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാനെടുത്തൊരു പ്രതിജ്ഞയാണ്, ഇനി ഇറുമ്പകശ്ശേരി സ്കൂളിൽ നിന്ന് വിരമിച്ചു പോകുന്ന ഒരു കുട്ടിയും നീന്തലറിയാതെ പോകാൻ പാടില്ല. ആ ഒരു ഉദ്ദേശം വെച്ച് 5-8 വർഷം 8-9 വർഷമൊക്കെ ആയി. എന്നാൽ അതിവിടെ പ്രാവർത്തികമാക്കാൻ ഈ നീന്തൽക്കുളം അതിന് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മിനി ടീച്ചറുടെ യാത്രയപ്പിൽ ഇറുമ്പകശ്ശേരി സ്കൂളിൽ എത്തണമെന്നുള്ളത്, അത് പ്രോഗ്രാം നോട്ടീസിൽ ഇല്ലെങ്കിലും എത്തണമെന്നുള്ളത് ഞാനെടുത്തൊരു തീരുമാനമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിന്നിവിടെ എത്തിയത്. ടീച്ചറുടെ ഭാവി ജീവിതം വളരെ സന്തോഷപ്രദവും അതോടൊപ്പം തന്നെ നിരന്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള ഒരു ജീവിതമായി മാറട്ടെ എന്ന് ആശംസിക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. ഇതിൻ്റെ ഒപ്പം എല്ലാ തലങ്ങളിലും സംഘടനയുടെ ഏതൊരു ആവശ്യപ്പെടുന്ന സമയത്തും കൃത്യമായി എത്തുകയും തൻ്റെ ഒരു അധ്യാപിക എന്നുള്ള രീതിയിൽ തൻ്റെ വിദ്യാലയത്തിൽ ആവശ്യമുള്ള സമയത്ത് പ്രവർത്തനങ്ങൾ നൽകുന്നതോടൊപ്പം തന്നെ ഈ സംഘടനയുടെയും അധ്യാപക പ്രസ്ഥാനത്തിൻ്റെയും മുന്നേറ്റത്തിൽ ഏറെ പങ്കുവഹിച്ച ആളാണ് മിനി ടീച്ചർ. കുട്ടികളോട് പഠിക്കാൻ വരുന്നതും ഭാര്യ സ്മിതപുര ടീച്ചറായി വരുന്നതോടുകൂടി വീണ്ടും ഈ സ്കൂളിനൊപ്പം ചേരാനുള്ള ഒരു സാഹചര്യം വന്നു. അന്ന് മുതൽ ഇതുവരെ PTA അംഗമായും PTAയുടെ SSG ഒക്കെ ആയിട്ട് ഇവിടെ തന്നെ ഇതിനൊപ്പം നിൽക്കേണ്ടതായി വന്നു, നിന്നിട്ടുണ്ട്. നാനാത്വത്തിൽ ഏകത്വം 3ാം ക്ലാസ്. 3ാം ക്ലാസ്സിലെ കുട്ടികളും അധ്യാപകരും വന്നിട്ട് ട്രോഫി കൈപ്പറ്റേണ്ടതാണ്. നാനാത്വത്തിൽ ഏകത്വം എന്ന ഈ വിഷയത്തിനാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. അവരും കൂടിയും വരണം. നല്ലൊരു കൈയടി കൊടുക്കണം കേട്ടോ എല്ലാവരും. ആറാം ക്ലാസ്സിലെ അധ്യാപകരും കുട്ടികളും രക്ഷിതാക്കളും അതിൽ നമ്മുടെ PTA വൈസ് പ്രസിഡന്റ് അതിൽ പെടും. അവരെ അങ്ങോട്ട് വിടാം. ട്രോഫി പൊക്കി പിടിക്കണം. നല്ല കയ്യടി കൊടുക്കണ്ടാവും. കയ്യടി പോരാ. രണ്ട് ദിവസങ്ങളിലായി വളരെ വർണ്ണാഭമായിട്ടുള്ള വാർഷിക പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വർണ്ണാഭമായി ശോഭിച്ചു കൊണ്ടിരുന്ന ഈ സ്കൂൾ ഇനിയുള്ള നാളുകളിലും ശോഭിച്ചു നിൽക്കട്ടെ. അനേകായിരം കുട്ടികളെ പൊതുസമൂഹത്തിന് പ്രയോജനമുള്ളവരായി വാർത്തെടുക്കാൻ സാധിക്കട്ടെ
എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാനിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പുലർത്തിയിരുന്നു. അപ്പൊ ആ ഒരു കടപ്പാട്, അല്ലാണ്ട് ശമ്പളം കിട്ടാനോ അല്ലെങ്കിൽ വേറെ ജോലി എന്നതിലുപരി ആ ഒരു സ്ഥാപനത്തിനോടുള്ള കടപ്പാട് അത് ഒരിക്കലും എനിക്ക് തീരില്ല. അതെനിക്ക് ഈ അവസരത്തിൽ അത് പറയാതെ പറ്റില്ല. അങ്ങനെ പിന്നെ ഞാൻ ഒരു 29 കൊല്ലം അധ്യാപികയായിട്ട് ഇവിടെ പ്രവർത്തിച്ചു. അതിനുശേഷം 2021 ജൂണിലാണ് റീന ടീച്ചർ റിട്ടയർ ചെയ്ത ഒഴിവിലേക്ക് ഞാനിവിടെ കയറുന്നത്. പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ എൻ്റെ എല്ലാ സഹപ്രവർത്തകരുടെയും നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും PTA-യുടെയും സർവോപരി ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ മണിക്കയുടെയും ഒക്കെ സപ്പോർട്ടോടു കൂടി ഞങ്ങൾ അവിടുന്ന് അങ്ങോട്ട് കയറി തന്നെയായിരുന്നു. ഒന്നിനോട് ഓരോ വർഷവും ഞങ്ങൾക്ക് ഒന്നിനൊന്ന് വർധനവോടുകൂടി ഇവിടെ കുട്ടികൾ വർദ്ധിച്ചു. അതുപോലെ ഞങ്ങളുടെ പഠന പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് മുന്നേറാൻ കഴിഞ്ഞു. കലോത്സവത്തിലും അതുപോലെ ശാസ്ത്രമേളയിലും സ്പോർട്സിലും എന്തിനും എല്ലാ മേളകളും. On the stage and the audience, and I'm really honored and privileged to get this opportunity to propose vote of thanks on this auspicious occasion. 2024-25 അധ്യയന നേവി ഓഫീസർ കൂടിയായിട്ടുള്ള നമ്മുടെ സിനേഷ് ചേട്ടനും ഭാര്യ അലീന സിനേഷും ടീച്ചർക്കുള്ള ആദരം അർപ്പിക്കുന്നു. സിനേഷ് ചേട്ടന് നാളെ വർക്കുണ്ട്, അപ്പോൾ അതിന് പോകാനുള്ളൊരു തിരക്കുണ്ട്. അനുമോദനത്തിനുള്ള കുറേ പൂർവ്വ വിദ്യാർത്ഥികൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇടയിൽ പരിപാടികളുടെ ഇടയിൽ വളരെ നാൾ കൂടി ഞാൻ നേരിയ നിലാവിൻ്റെ പിന്നിലയനന്തതയിലലിയും ഇരുൾ നീലിമയിൽ എന്നോ പഴകിയോരോർമ്മകൾ മാതിരി നിന്നു വിറയ്ക്കുമി ഏകാന്ത താരകളെ ഇന്നൊട്ടു കാണട്ടെ നീ തൊട്ടു നിൽക്കൂ.
തിരുവോണം വരും കാലമിനിയുമൊരുളും വിഷു വരും വർഷം വരും തിരുവോണം വരും പിന്നെയൊരു തളിരിനും പൂവരും കായ് വരും അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. നമുക്കിപ്പോഴീ ആർദ്രയെ ശാന്തരായി സൗമ്യരായി എതിരേൽക്കാം. വരിക സഖേ അരികത്തു ചേർന്നു നിൽക്കൂ. പഴയൊരു മന്ത്രം സ്മരിക്കാം. അന്യോന്യമൂന്നു വടികളായി സഫലമീ യാത്ര സഫലമീ യാത്ര. അയ്യോ അച്ഛാ ദൈവമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കാര്യം ഉഷാറാണ്. ഒരു കുരുത്തക്കേടും ഞാൻ നടക്കില്ലാട്ടോ. തൂക്കി എറിയുമ്പടെ മീൻ ടീച്ചറ് പോലീസാ. ആ ചൂരലും കണ്ണുരുട്ടലും തലകൊടയലും എന്റെ അമ്മോ ഒന്നും വേണ്ട. പോയി വല്ലതും പഠിക്കട്ടെ. ഇനി കലക്കും. നമ്മുടെ മിനി ടീച്ചറല്ലേ ഹെഡ് ടീച്ചർ, അടിപൊളി. അമ്മയെ പോലെ നമുക്ക് ഓടിച്ചെന്ന് എന്താ ചോദിക്കാലോ. ആ ശരിയാ, കളിയും കലോത്സവം ഒക്കെ ഉഷാറാ നമ്മുടെ സ്കൂളില്. അതെ, പണ്ട് ഇവിടുന്ന് പഠിച്ചു പോയി ഡോക്ടറും എഞ്ചിനീയറും കേണലും ഒക്കെ ആയോരുണ്ട് കേട്ടോ. എന്റെ അച്ഛൻ പറഞ്ഞതാ. നല്ല രസമായി പഠിപ്പിച്ച് എന്തും എപ്പോഴും സംശയം തീർത്തു തരുന്ന നമ്മുടെ ചങ്ക് ടീച്ചർമാരും കൂടെ ഉണ്ടല്ലോ. നമുക്ക് നന്നായി പഠിക്കല്ലേ. ഇനി കളിയും പഠിത്തവും ഒക്കെ ഉഷാറാ. പിന്നെന്താ, നമ്മുടെ മെസ്സിയും റൊണാൾഡോയും കൂടെ ഉണ്ടല്ലോ. നമ്മുടെ സിയാർമാഷുണ്ടേ കട്ടക്കുണ്ടല്ലോ. പിന്നെ ഫുട്ബോളിന്റെ തത്വശാസ്ത്രവും പറഞ്ഞ് പിന്നാലെ നമ്മുടെ തായർക്കയും മനാഫ്കയും. ഗ്രൗണ്ടിൽ ഇങ്ങനെ കളിക്കുമ്പോ ഒപ്പത്തിനൊപ്പം നിന്ന് അരം പകരാൻ റെഡി മാഷും അമൽ മാഷും അനീഷ് മാഷും കൂടിയായാൽ നമ്മുടെ ഉള്ളം കയ്യില് ഫുട്ബോളിൽ